ഇത്രയും വലിയ ഗതികെട്ടവൻ ലോകത്ത് ആരെങ്കിലും ഉണ്ടാവുമോ എൻ്റെ കർത്താവേ എന്ന് ഷാജി പാപ്പൻ നോക്കി ചോദിക്കുന്ന ഡയലോഗാണ് പേളി മാണിയുടെ വിഷയത്തിൽ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഒരു തരത്തിലും രാഷ്ട്രീയ ഇടപെടൽ നടത്താത്ത, ഒരു തരത്തിലും രാഷ്ട്രീയമായി സംസാരിക്കാതിരുന്ന പേളി മാണി തൻ്റെ ചളികളും എൻ്റർടൈൻമെൻറ്റും ഒരു പക്ഷേ യൂട്യൂബ് ഇൻ്റർവ്യൂസും ഒക്കെ കേരളമൊട്ടാകെ തന്നെ ചർച്ചയാവുന്ന രീതിയിൽ ഒരു വലിയ സെലിബ്രിറ്റിയായി മാറുക, ഹെഡ് വെയിറ്റ് നല്ലോണം ഉണ്ടാവുക, തനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവാതിരിക്കുക എന്ന് തുറന്നു പറയുക. ആ തുറന്നു പറയുന്ന അഭിമുഖത്തിൽ ബാക്കിയുള്ള എല്ലാവരും ഞെട്ടുമ്പോൾ ഇസ്ന്റ് ഇറ്റ് നോർമൽ എന്ന് ചോദിക്കുക. അങ്ങനെ എല്ലാ തരത്തിലും വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ആങ്കർ ആയിരുന്നു പേളി മാണി, വിത്തൗട്ട് എ ഡൗട്ട്. സെലിബ്രിറ്റീസ്, സിനിമാക്കാരൊക്കെ അവരുടെ ഇൻ്റർവ്യൂസ് വരുന്ന സമയത്ത് പേളി മാണിയെ പോയി അപ്രോച്ച് ചെയ്യും. സാധാരണയായിട്ട് ഈ പ്രൊമോഷനൊക്കെ നടക്കുമ്പോഴേക്കും മറ്റ് ചാനലിലെ ആങ്കർമാരൊക്കെ ഒരു സ്ഥലത്ത് പോവുമെങ്കിൽ പേളി മാണിയുടെ സ്റ്റുഡിയോയിലോട്ട് ഇവിടെ മറ്റ് സിനിമാക്കാർ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത്രയ്ക്ക് ഹൈപ്പ് ഉണ്ടാക്കിയിരുന്ന വ്യക്തിയാണ് പേളി മാണി. എൻ്റർടൈൻമെൻറ്റ് മേഖല നല്ലോണം ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പേളി ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ്, സിനിമാ മേഖലയിൽ പ്രത്യേകിച്ചും. പേളിയുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ പുറകെ നടക്കുന്ന പല ആളുകളെ എനിക്കറിയാം. സോ അങ്ങനെയൊക്കെ നടക്കുന്നൊരു ഘട്ടത്തിൽ പേളി തൻ്റെ രാഷ്ട്രീയ നിലപാട് പുറത്തു പറയുകയാണ്. അതിനിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, പേളിയുടെ രാഷ്ട്രീയ നിലപാട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അവരുടെ ചോയ്സാണ്, അത് അവരുടെ ഇഷ്ടമാണ്, ഒരു തരത്തിലും തർക്കമില്ല. പക്ഷേ അത് തൻ്റെ രാഷ്ട്രീയ നിലപാടാണ് പറഞ്ഞതെന്ന് അഡ്മിറ്റ് ചെയ്യാനുള്ള ധൈര്യം പേളി മാണിക്ക് ഉണ്ടാവണം. അത്രേ ഉള്ളൂ ഇവിടുത്തെ വിഷയം, വേറെ വിഷയമൊന്നുമില്ല. അതായത് മൈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് അവിടെ പറയേണ്ട ഒരു കാര്യമില്ല. അവിടെ ആരെങ്കിലും ചോദിച്ചോ പേളിയുടെ ഇഷ്ട നിറം ആരാണെന്ന്, എന്താണെന്ന് ആരെങ്കിലും അവിടെ ചോദിച്ചു? ഇല്ല. ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഗവൺമെൻറ്റിനെതിരെ ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുമ്പോൾ അവിടെ മുള്ളിലാത്തി കൊണ്ട്, പെല്ലറ്റുകൾ കൊണ്ട് അടി വാങ്ങുകയും ഒക്കെ നിരന്ന് നിൽക്കുന്ന അവിടെ ആളുകൾ വീണ്ടും ശക്തമായി നിൽക്കുന്ന പ്രതിഷേധത്തിനിടയിൽ മൈ ഫേവറേറ്റ് കളർ സാഫ്രൺ എന്ന് പറയണമെങ്കിൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ, ഐ എം വിത്ത് ദ BJP ഗവൺമെൻറ് എന്ന് തന്നെയാണ്. സോ തൻ്റെ രാഷ്ട്രീയ നിലപാട് പേളി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് പേളി അതിനുശേഷം 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വീഡിയോ വന്നത്. ഇപ്പോൾ ഏകദേശം 10 ലക്ഷത്തിലധികം ആളുകൾ യൂട്യൂബിൽ മാത്രം ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ആണ് ക്ലാരിഫിക്കേഷൻ. യെസ്, ഐ എം സോറി എന്നായിരുന്നു ഈ വീഡിയോയുടെ ആദ്യത്തെ തലക്കെട്ട്. എനിക്കൊന്ന് 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ ഐ എം സോറി എന്ന തലക്കെട്ട്. അത് കഴിഞ്ഞ ഉടനെ അത് എഡിറ്റ് ചെയ്ത് ക്ലാരിഫിക്കേഷൻ എന്നാക്കി മാറ്റി. ഐ എം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് മുഴുവൻ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്നുള്ളൊരു അർത്ഥവും കൂടി വരും. പക്ഷേ അങ്ങനെയല്ലാതെ ഞാൻ വിശദീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളി ഈ വീഡിയോ ചെയ്യുന്നത്. കൃത്യമായി 3 കാര്യങ്ങളായിരുന്നു പേളിക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്ന ഒരു 3 പ്രധാന പോയിന്റ്സ് എന്ന് പറയുന്നത്. 1, പ്ലീസ് ഗോ ഹോം എന്ന് പേളി മാണിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന പ്രതിഷേധക്കാരെ, യുവാക്കളെ, സ്റ്റുഡൻസിനോട് വീട്ടിൽ പോകൂ, നിങ്ങൾ എന്തിനാണ് വെറുതെ അടികൊള്ളുന്നത്, നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ എന്ന് പറയുകയാണ്. പേളി മാണി അവർ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടല്ല അവരവിടെ വന്ന് പ്രതിഷേധിക്കുന്നത്. അവരവിടെ വന്ന് പ്രതിഷേധിച്ചത് അവരുടെ റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടാത്ത അവസ്ഥയിൽ, അത് ചെയ്ത ഭരണകൂടം വളരെ സുഖിച്ചു നിൽക്കുന്നൊരവസ്ഥയിൽ അവർക്ക് റോഡിലോട്ട്, തെരുവിലോട്ട് ഇറങ്ങി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അവർ ഇറങ്ങിയത്. അതുകൊണ്ട് അവരുടെ പ്രതിഷേധത്തെ വില കുറച്ച് കാണാൻ, നിങ്ങൾക്ക് അടി കിട്ടിയാൽ നിങ്ങൾക്ക് ആരുണ്ട് നോക്കാൻ, നിങ്ങൾക്ക് അതുകൊണ്ട് വീട്ടിൽ പൊക്കോളൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷ തന്നെയാണ് അവരവിടെ വരുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, പേളിയുടെ സാഫ്രൺ എന്ന് പറയുന്ന ഫേവറേറ്റ് കളർ എന്നതിനെ ന്യായീകരിക്കുക. 3, സിബി മലയിലെ ഫീൽഡ് ഡയറക്ടർ എന്ന് വിളിക്കുക. ഇത് 3 കാരണങ്ങൾ കൊണ്ടായിരുന്നു പേളി ഏറ്റവും കൂടുതൽ എയറിൽ പോയതും തൻ്റെ ഫോളോവേഴ്സിൻ്റെ ഗണ്യമായ കുറവെന്നൊക്കെ പറഞ്ഞാൽ 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ കുറയുക, 6 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ കുറയുക, അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പേളി മാണി പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ്. സോ ക്ലാരിഫിക്കേഷൻ വരുത്തണമല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ കൊഴിഞ്ഞു പൊക്കോണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പല ഓഡിയൻസും വിചാരിച്ചാലോ എൻ്റെ കൂടുതൽ ഫോളോവേഴ്സ് പോകും, അതിൻ്റെ വരുമാനത്തെ ബാധിക്കും. ഇതൊക്കെ കൊണ്ട് പേളി മാണി ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടുകയാണ് ചെയ്തത്. പേളി മാണി ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടുമ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. 1, നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളത് ക്ലാരിഫൈ ചെയ്യണം, അല്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. പേളി ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പേളി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത സാധനങ്ങൾ പേളി ഇത് മലയാളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം, നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാം. ഇനി അഥവാ ഇംഗ്ലീഷ് അറിയാത്ത ആളുകളാണെങ്കിൽ ഇന്ന് പല രീതിയിലും അത് യൂസ് ചെയ്യാം. ChatGPT ഉണ്ട്, നമുക്ക് പല ടൂൾസ് ഉണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലോട്ട് അടിച്ചിട്ട് പ്ലീസ് ട്രാൻസ്ലേറ്റ് ഇൻ മലയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ മലയാളം ട്രാൻസ്ലേഷൻ അവർ തരും. അതിന് പേളി ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഒരു 21 മിനിറ്റ് വീഡിയോയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരേണ്ട ആവശ്യമില്ല. നമുക്കിത് കൃത്യമായിട്ട് അറിയാം. ഇറ്റ് വാസ് നോട്ട് എ
ക്ലാരിഫിക്കേഷൻ, ഇറ്റ് വാസ് എ ക്ലിയർ ട്രാൻസ്ലേഷൻ. മറ്റേ ഇതിൻ്റെ പല ട്രോൾ വീഡിയോസൊക്കെ കണ്ടു, നരേന്ദ്രപ്രസാദും കൊച്ചിൻ ഹനീഫയും കൂടി നിൽക്കുന്ന ഒരു സിനിമയുടെ ക്ലിപ്പിംഗ് ഉണ്ട്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ ഹനീഫ ടോൺ മാറ്റി പറയുന്നത്. ഇത് ടോൺ മാറ്റി പറയൽ മാത്രമേ ഉള്ളൂ. പിന്നെ പേൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, അതിന് ആദ്യത്തെ അലിഗേഷനിലോട്ട് പോവാം. പ്ലീസ് ഗോ ഹോം എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് പേളി പറയുന്നത്, പ്ലീസ് ഗോ ഹോം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിൽ പോകാനല്ല. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്ലീസ് ഗോ ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോവുക എന്ന് തന്നെയാണ്. പക്ഷേ പേളി പഠിച്ച സ്കൂളിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്ലീസ് ഗോ ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകാന്നല്ല, സ്റ്റേ സേഫ് എന്നാണ് അതിന് അർത്ഥം. അതിൻ്റെ യുക്തി ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായിട്ടും പേളി ഇത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പേളിക്ക് ഒരു ടീമുണ്ട്. ആ പേളിയുടെ ടീം ഇത് വീണ്ടും കേട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ഇതിനകത്ത് എന്തെങ്കിലും കുറ്റമുണ്ടോ തെറ്റുണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ പറഞ്ഞ് തിരുത്തിയിട്ടേ ഇവരിത് അപ്ലോഡ് ചെയ്യാറുള്ളൂ ഈ വീഡിയോ. എനിക്കറിയില്ല, ആ ടീമൊന്നും പറഞ്ഞില്ലേ പേളിയോട്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെ തന്നെ അവരുടെ ടീമായി അവരുടെ കാര്യങ്ങളായി. രണ്ടാമത് സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്നുള്ളതാണ്. അതിനെപ്പറ്റി പേളി ഒരു അക്ഷരം മിണ്ടിയില്ല. എനിക്കത് സത്യം പറഞ്ഞാൽ എനിക്കത് ഉറപ്പിക്കാനാണ് തോന്നിയത്. അതായത് മിണ്ടിയില്ല, ഓക്കെ ഫൈൻ, ഇതായിരുന്നു എനിക്ക് തോന്നിയത്. അതായത് ഒരു കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, പേളി ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ഇട്ടിരിക്കുന്ന ഒരു ആപ്പ്, അതായത് ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറുണ്ട്, അത് ഒരു സാഫ്രൺ കളറാണ്. അത് വെച്ചിട്ട് പേളി ജഡ്ജ് ചെയ്യാനൊന്നും നമ്മളാരും നിൽക്കുന്നൊന്നുമില്ല. പേളി പറയുന്നത് ആപ്പിൻ്റെ പ്രശ്നമാണെന്നുള്ളതാണ്. പേളി ബാക്ക്ഗ്രൗണ്ടിൽ പേളിയുടെ കളർ സാഫ്രൺ ആയാലും പച്ചയായാലും വെള്ളയായാലും നീലയായാലും നോ വൺ കെയർസ്. ദ പ്രോബ്ലം ഇസ് പേളിയുടെ ടെക്സ്റ്റാണ്. സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്നുള്ള ടെക്സ്റ്റാണ് പ്രോബ്ലം, അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറേ അല്ല ഇവിടുത്തെ വിഷയം. പക്ഷേ അങ്ങനെ ആക്കി തിരുത്തി മാറ്റി കുറിച്ചുകൊണ്ടാണ് പേളിയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നത്. ആപ്പിൻ്റെ പ്രശ്നമാണ്, അല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. സാഫ്രനോട് നമുക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. സാഫ്രനും വെള്ളയും പച്ചയും ഒക്കെ ആഘോഷിക്കപ്പെടുന്ന എല്ലാം നല്ല കളേഴ്സാണ്. പക്ഷേ ദ പോയിന്റ് വേ യു സെഡ് സാഫ്രൺ ഇസ് യുവർ ഫേവറേറ്റ് കളർ എന്നതാണ് പ്രശ്നം. ആരും ചോദിച്ചില്ല, ആർക്കും അറിയണ്ട. പക്ഷേ ദാറ്റ് വാസ് എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലോട് നിൽക്കുമ്പോഴേക്കും യു ക്യാൻ സ്റ്റാൻഡ് വിത്ത് ദാറ്റ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു തർക്കമില്ല. സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ, BJP ഇസ് മൈ ഫേവറേറ്റ് പാർട്ടി എന്ന് പറയുന്നതിന് ഇവിടെ ആർക്കാ പ്രശ്നം? യു ബിലീവ് ഇൻ യുവർ തിങ്സ്, ഒരു പ്രശ്നമില്ല. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും എനിക്ക് വേണം, സെക്യുലർ ആയിട്ടുള്ള ജനത എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് വാശി പിടിക്കരുത്. ഇഫ് യു ബിലീവ് ഇൻ വൺ പൊളിറ്റിക്കൽ പാർട്ടി ആൻഡ് അതൊരു എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ നിൽക്കുക, അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. പേളി ഇഷ്ടപ്പെടുന്ന പൊളിറ്റിക്കൽ പാർട്ടി വിശ്വസിക്കാനും പേളി വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ ഇഷ്ടപ്പെടാനും ഒക്കെ തന്നെ പേളിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരെയും വേണം, എല്ലാം നിൽക്കണം, എല്ലാം അണിചേരണം, സ്റ്റുഡൻസും എൻ്റെ ഒപ്പമാണ്, ഞാൻ BJPക്ക് ഒപ്പമാണ്, ഞാൻ സ്റ്റുഡൻസിനും ഒപ്പമാണ് എന്ന് പറയേണ്ടത് ഏതെങ്കിലും ഒന്ന്. അതുകൊണ്ടാണ് പേളിയുടെ പോസ്റ്റിന് ഇപ്പോഴും ഡിപ്ലോമസി എന്ന് പറഞ്ഞ പോസ്റ്റാണെന്ന് പലരും വിലയിരുത്തുന്നത്. അത് 2. 3, CB മലയിലെ ഫീൽഡ് ഡയറക്ടർ. അതിലെനിക്കും ഒരു ക്ലാരിഫിക്കേഷൻ പ്രശ്നമുണ്ട്. ഞാനും അതിന് പേളിയോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ആ കേസിൽ. കാരണം ജോ സിബി മലയിൽ എന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് പേളിക്കെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിക്കപ്പെടുന്നത്. അതായത് പേളിയുടെ 4 പേജ് നീളമുള്ള ഈ സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായത്തെ 7 പേജ് വിലയിരുത്തലുള്ള ഒരു മറുപടിയുമായിട്ടാണ് ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ഐ റിപ്പീറ്റ്, ജോ സിബി മലയിൽ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജോ സിബി മലയിൽ ഇത് പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെയാണ് പേളി ഇതിനൊരു മറുപടി കൊടുത്തത്. പേളി മറുപടി കൊടുത്തതാണ് ഫീൽഡ് ഡയറക്ടർ എന്നുള്ളൊരു ടേം യൂസ് ചെയ്തത്. അതിനെ ജോ സിബി മലയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തത് സിബി മലയിൽ എന്ന പേരുമായിട്ടാണ്. അതെൻ്റെ അച്ഛനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്നാണ് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഒരു കാര്യം ഞാൻ പറയാം. സിബി മലയിൽ ഈ പോസ്റ്റിനുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ബന്ധമില്ല. സിബി മലയിലല്ല പേളി മാണിയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത് ജോ സിബി മലയിലാണ്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് പേളി മാണി ഉദ്ദേശിച്ചത് സിബി മലയിലിനെ അല്ല, പേളി മാണി ഉദ്ദേശിച്ചത് ജോ സിബി മലയിലിനെയാണ്. ജോ സിബി മലയിലിനെയാണ് പേളി മാണി ഫീൽഡ് ഡയറക്ടർ എന്ന് വിളിച്ചത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം സിബി മലയിൽ ഇവിടെ ഇല്ല, ഫ്രെയിമിലില്ല. സിബി മലയിൽ ഫ്രെയിമിലുണ്ടെങ്കിലല്ലേ പേളിക്ക് ഫീൽഡ് ഡയറക്ടർ എന്ന് സിബി മലയിൽ വിളിക്കാൻ കഴിയൂ. ഇവിടെ ഉള്ള ഫ്രെയിമിലുള്ളത് പേളി മാണിയും ജോ സിബി മലയിലുമാണ്. അപ്പോൾ പേളി ഉദ്ദേശിക്കുന്നത് ജോയിനെ തന്നെയാണ്, ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. പക്ഷേ ജോ ഇൻ്റർപ്രറ്റ് ചെയ്തതും ജോ ഓഡിയൻസിന് മുമ്പിലേക്ക് കൊടുത്തതും തൻ്റെ അച്ഛനെയാണ് ഉദ്ദേശിച്ചതെന്നുള്ളതാണ്. കേട്ടവാതി കേൾക്കാത്ത വാടി സോഷ്യൽ മീഡിയ ഒട്ടാകെ തന്നെ നമുക്കൊരാളെ വിമർശിക്കാം. പേളിയെ ഞാനിപ്പോൾ സാഫ്രൻ്റെ കാര്യത്തിൽ വിമർശിച്ച ആളാണ്, പേളിയെ ഞാനിപ്പോൾ ഗോ ഹോമിൻ്റെ കാര്യത്തിൽ വിമർശിച്ചാണ്. പക്ഷേ പേളിയെ എനിക്ക് ഈ കേസിൽ വിമർശിക്കാൻ തോന്നുന്നില്ല. കാരണം പേളി സിബി മലയിലും ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഫീൽഡ് ഡയറക്ടർ എന്നല്ല, ആ ടേമിനെ ആര് യൂസ് ചെയ്താലും, അയാളിപ്പോൾ അയാളുടെ കരിയറിൽ മോശമായാലും നല്ലതായാലും അതൊരു തരത്തിലുള്ള ഹെഡ് വെയിറ്റ് ആണ്. അതായത് ഞാൻ എന്തോ ഗംഭീരമാണ്, ഇന്നയാൾ ഫീൽഡ് ഡയറക്ടറാണ്, അയാളാണ് എന്നെ വിമർശിക്കുന്നത് എന്ന് പറയുന്ന പരിപാടിയോട് യോജിപ്പില്ല. I am just backing Pearly on this issue, stating that Pearly did not mention സിബി മലയിൽ, അത്രേ ഉള്ളൂ. പക്ഷേ പേളി ഉപയോഗിച്ച വാക്കുകളോട് ഒരു തരത്തിലുള്ള യോജിപ്പ് എനിക്കില്ല. പേളി ഡിഡ് നോട്ട് മെൻഷൻ സിബി മലയിൽ, പേളി മെൻഷൻ ചെയ്തത് ജോ സിബി മലയിലാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി.
പക്ഷേ അത് ജോസി ബി മലയിൽ മെൻഷൻ ചെയ്താൽ പോലും യു കനോട്ട് യൂസ് ദ ടേം ഫീൽഡ് ഡയറക്ടർ. അത് നമ്മുടെ ഹെഡ് വെയിറ്റ്, നമ്മുടെ അഹങ്കാരത്തേക്ക് സൂചിപ്പിക്കുന്നതാണ്. അതിനാണ് പേളി കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞത്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ജോസി ബി മലയിലാണ്, പക്ഷേ എന്നാൽ പോലും ആ ടേം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് പേളി ഇപ്പോൾ അതിനൊരു മാപ്പ് പറഞ്ഞത്, വിച്ച് ഇസ് റൈറ്റ്. അതിന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഒരു തരത്തിലും ഇല്ല. പക്ഷേ സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റിന് അനുകൂലമാണെന്ന് പറയുന്നതിനോട് ആ ഇരട്ട സ്റ്റാൻഡിനെയൊക്കെ നമ്മൾ പൊളിച്ചെഴുതുന്ന സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ് പേളിയുടെ ക്ലാരിഫിക്കേഷൻ, ഒന്നുകൂടി ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് ആളുകൾ രംഗത്തെത്തുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം പല ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. ക്ലാരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുത്തി കേൾക്കുകയാണ്. ശരി, പേളിക്ക് ഇനി തെറ്റ് പറ്റിയെങ്കിൽ അതൊക്കെ തിരുത്താൻ. അങ്ങനെയല്ല. പേളി പറയുന്നത് ഞാൻ സ്റ്റുഡൻസിനൊപ്പമാണ്, പക്ഷേ സാഫ്രൺ ഇസ് മൈ ഫേവറേറ്റ് കളർ. അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിശദീകരണം പേളി തരാത്തതുകൊണ്ടാണ് ഐ എം റിപ്പീറ്റിംഗ് ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ അതുകൊണ്ട് പേളിക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാകണം എന്താണ് പേളി പറയുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ഇടുന്നതായിരിക്കും നല്ലത്. ആളുകൾ അതിനിടയിൽ ഭയങ്കരമായ നെഗറ്റീവ്സാണ് കൊണ്ടുവരുന്നത്. അതേ പേളി ഹു സെഡ് 1 year back ദാറ്റ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമൻറ്റ്സ് വരാറില്ല എന്ന് പറയുമ്പോൾ അതേ പേളിയുടെ വീഡിയോയിൽ മുഴുവൻ നെഗറ്റീവ് കമൻറ്റ്സും വരും. അത് നമ്മൾ എടുക്കുന്നൊരു സ്റ്റാൻഡിലും ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു വിലയാണ്. അല്ലാതെ ഞാനിപ്പോൾ എന്ത് ചെയ്താലും ആളുകൾ നെഗറ്റീവ് പറയില്ല എന്നൊരു ധാരണയുണ്ടെങ്കിൽ അത് 16 പേളി ഇപ്പം തന്നെ പോക്കറ്റിൽ മടക്കി വെച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ കുഴപ്പമില്ല, ഇറ്റ് ഈസ് എ ലേണിംഗ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് എ ലേണിംഗ്. അത് സംഭവിക്കാം, തെറ്റുകൾ സംഭവിക്കാം, സ്വാഭാവികമാണ്. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മിസ്റ്റേക്സ് മൂവ് ആണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഹെഡ് വെയിറ്റ് എന്ന് പറയുന്നത് കുറച്ചെങ്കിലും കുറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇതെല്ലാം ബിസിനസ്, ഇതെല്ലാം മാർക്കറ്റിംഗ്, ഇതെല്ലാം അങ്ങനത്തെ രീതിയിലാണ്. സോ ഇതെല്ലാം ബാധിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയടിക്ക് 2 ദിവസം കൊണ്ട് 5 ലക്ഷം ഫോളോവേഴ്സൊക്കെ കുറയാന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അല്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആകർഷണമുള്ള അവരുടെ വ്ളോഗ്സിന് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന, അവരുടെ ഇൻ്റർവ്യൂസിന് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന അതേ എഡ്യൂക്കേറ്റഡ് ഓഡിയൻസ് തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ അവരെ തള്ളിപ്പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡ് ദോസ് കമൻറ്റ്സ്, ബിലീവ് ദോസ് കമൻറ്റ്സ്. ഇറ്റ്സ് നോട്ട് എ PR ക്യാമ്പയിൻ ഓർ സംതിങ്. അത് കൃത്യമായിട്ട് പേളിക്കെതിരെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.